പ്രജസ്സുകളോട് പറയുന്നു. ഈ ഒരു സംവാദമാണ് വിദുരനും മൈത്രേയനും തമ്മിൽ പറയുന്നത് ഹരിദ്വാരത്തിൽ വെച്ചിട്ട് ഈ ഭാഗവതത്തിൻ്റെ ഒരു ഘടന നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. അതായത് ഈ ഹരിദ്വാരത്തിൽ വെച്ചിട്ട് ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായി എന്നുള്ളത് ശ്രീശുക ബ്രഹ്മർഷി ശുകദേവ ഗോസ്വാമി ഗംഗാതീരത്ത് വെച്ചിട്ട് തിങ്ങി നടന്നു നിൽക്കുന്ന മഹർഷിമാരുടെ സദസ്സിൽ വെച്ചിട്ട് പരീക്ഷത്തിനോട് ഉപദേശിക്കുന്നു. പരീക്ഷത്തിനോട് ഉപദേശിക്കുന്നത് കേട്ടിട്ടുള്ള സൂത ഗോസ്വാമി സൂതൻ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ഈ കഥകൾ ശവനകാദി മഹർഷിമാർക്ക് ഉപദേശിക്കുന്നു. അത്ഭുതകരമാണ് ഭാഗവതത്തിൻ്റെ ഘടന, അത്ഭുതപ്പെടുത്തും നമ്മളെ. പക്ഷേ ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ള വിതുരൻ പെട്ടെന്ന് നമസ്കരിച്ചു. എന്തേ നമസ്കരിക്കാൻ കാരണം? ഇവിടെ ഒരാൾ നമസ്കരിച്ചാൽ ഉറപ്പിക്കാം അവർ തിരിച്ചു പോവുകയായി എന്നുള്ളത്. ഇതേപോലെ എൻ്റെ കഥ കേട്ടിട്ട് മതിയാകും എന്നിട്ടാണോ തിരിച്ചു പോണത് ചോദിച്ചു മൈത്രേയ മഹർഷി. അങ്ങനെയല്ല മഹർഷി, കാരണം നാരദ മഹർഷിയുടെ ഈ വൈഭവങ്ങൾ കേട്ടപ്പോഴേ ഒരാവേശം എനിക്കും വരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രര് ഹസ്തിനപുരത്തിൽ കണ്ണ് കാണാതെ പുത്രന്മാരെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റ് പാണ്ഡവന്മാരുടെ സംരക്ഷണത്തിൽ കഴിയുണ്ട്. ഇത് തന്നെ ആ സുഖം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ധൃതരാഷ്ട്രർക്ക് വിരക്തി വരുന്ന വിധത്തിൽ ഒന്ന് ഉപദേശിക്കാനായിട്ട് അനുഗ്രഹം തരണേ എനിക്ക് എന്ന് അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അവിടെ ശരണമഹൃദ ഹരേഹേ 4 കാല് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. 4 കാലിൽ എത്രയാ? 1 എന്നാണ് പറയണത്. ഗുരുനാഥൻ്റെ പാദം, അതായത് മൈത്രേയ മഹർഷിയുടെ പാദത്തിൽ നമസ്കരിച്ചത് ചരണമഹൃദ ഹരേഹേ, ഭഗവാന്റെ പാദം മുമ്പേ തന്നെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഭഗവാനും അതേപോലെ ഗുരുനാഥനും ഒന്നിച്ചു ചേർന്ന ഒരു ജീവൻ ജീവിതത്തിൻ്റെ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ആ ഒരു ആശയം കൂടി കഥകളിൽ കൂടെ ലഭിക്കുന്നു നമ്മൾക്ക്. ചതുർത്ഥസ്കന്ധം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ 2 സ്കന്ധങ്ങൾ, ആദ്യത്തെ കഥകൾ എവിടെയാണ് നടക്കുന്നത്? ഹരിദ്വാരത്തിൽ വെച്ചിട്ടാണ് പറയണത്. അതാണ് അങ്ങോനെന്നീ വണ്ടി ഭൂസ്പർശമെന്നീയെ തിങ്ങീന വേഗത്തിൽ ഓടി കാളിന്തി തീരത്തിൽ വെച്ചു വിദൂരനായി മേളിച്ചോൾ ഉദ്ധവൻ തന്നെ കേട്ടി. അത് 4 അധ്യായങ്ങളാണ്. 5ാമത്തെ അധ്യായങ്ങളാണ് വിതുരോദ്ധവ സംവാദം ഉള്ളത്. പിന്നെ വിതുരമൈത്രേയ സംവാദം എന്നാണ്. ഉദ്ധവൻ പോയപ്പോൾ മൈത്രേയൻ വന്നതായി യുദ്ധമോദം കണ്ടാൽ എല്ലാവരും 3ലും 4ലും മൈത്രേയൻ തന്നോടെ മിത്രങ്ങളേറി നിറഞ്ഞു പോയി. 3-4 സ്കന്ധങ്ങളിൽ വിതുരമൈത്രേയ സംവാദം കേൾക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എവിടെ എത്തുന്നത്? നമ്മൾ വലിയൊരു പാൽപായസത്തിൻ്റെ ചരക്കിൻ്റെ മുമ്പിലാണ് എത്തിച്ചേരുന്നത് എന്നാണ്. എന്ത് പഞ്ചയമാം വാർപ്പിയിലെ ഗദ്യപ്രവാഹമാം പഞ്ചാരപ്പായസമുണ്ണും. പിന്നെ പഞ്ചമസ്കന്ധത്തിൽ എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടാണ് നിരത്തി എഴുതിയതെന്നാണ് പറയാറ് ആളുകൾ. അതോ അങ്ങനെ നിരന്നു കിടക്കേണ്ട അക്ഷരങ്ങൾ എവിടെയാണ് പദം മുറിക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒന്നും അറിയാത്ത വിധത്തിൽ അത്ഭുതകരമാണ്. പ്രപഞ്ചം മുഴുവൻ ലയിച്ചു ചേർന്ന് കിടക്കുന്നു പഞ്ചമസ്കന്ധത്തിൽ എന്നാണ്. അങ്ങനെ പഞ്ചമസ്കന്ധം ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നു. പ്രിയവ്രതൻ്റെ കഥയാണ് ഇവിടെ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. പ്രിയവ്രതൻ ആത്മാരാമനാണ്. ഒരു സംശയമുണ്ട് ഇവിടെ എന്നാണ് പരീക്ഷിത് മഹാരാജാവ്. പ്രിയവ്രതനാണെങ്കിൽ ആത്മാരാമനാണ്. എന്തുകൊണ്ട് അവിടുന്ന് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു? ഏതായാലും ഒരു കാര്യത്തിൽ വിജയിച്ചാൽ മറ്റു കാര്യത്തിൽ പരാജയപ്പെടുക പതിവ്. ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ വിജയിച്ച ആൾക്ക് ആത്മീയമായിട്ടുള്ള ആ കാര്യങ്ങൾ വിജയിക്കാൻ സാധിക്കാറില്ല. 2 മേഖലയും ഒരുപോലെ വിജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പ്രിയവ്രതൻ്റെ കഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആ കഥ വിസ്തരിച്ച് കേൾക്കണമെന്ന് പറയുന്നു. സ്വയംഭവമനുവിൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള പ്രിയവ്രതൻ നാരദ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ഗന്ധമാദൻ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ തപസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. രാജ്യം ഭരിക്കാൻ ആളില്ലാതായി. മനുവിന് വല്ലാത്ത ബുദ്ധിമുട്ടായി. അത് പ്രായമായി മനുവിന് രാജ്യഭാരം ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാരദ മഹർഷിയോട് പറഞ്ഞു, ശിഷ്യനോട് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറയൂ എന്നുള്ളത്. നാരദ മഹർഷി പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ നാരദ മഹർഷി ബ്രഹ്മാവിനോട് പറയുന്നു, ഒന്ന് ആ പ്രിയവ്രതനെ ഉപദേശിച്ച് നേരെയാക്കണമെന്ന് പറയുന്നു. അങ്ങനെ ബ്രഹ്മാവ് പ്രിയവ്രതനെ കാണാനായിട്ട് എത്തിച്ചേർന്നു. നാരദ മഹർഷിയുണ്ട്, പിന്നെ സിദ്ധധാരണ ഗന്ധർവന്മാർ, എല്ലാ ലോകത്തിലുള്ള പ്രധാനപ്പെട്ടവരെല്ലാവരുമായിട്ട് പ്രിയവ്രതൻ തപസ് എന്നിട്ട് എത്തിച്ചേർന്നു. എന്നിട്ട് പ്രിയവ്രതനെ ഉപദേശിച്ചു, എൻ്റെ ഉണ്ണി ഭഗവാനെ സേവിച്ച്
അനുഗ്രഹം നേടിയിട്ടുള്ള വ്യക്തിക്ക് ഗൃഹസ്ഥാശ്രമം ഒരു ബന്ധനമായിട്ട് മാറുന്നില്ല. അങ്ങ് ഭഗവാനെ സേവിച്ച് അനുഗ്രഹം നേടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിന് യാതൊരു ബന്ധനവും വരുന്നില്ല. ഞാൻ പറയുന്നു, വിവാഹം കഴിക്കൂ അങ്ങ് എന്ന് പറയുന്നു. ഈശ്വരൻ നിശ്ചയിച്ചാൽ അത് ഒരിക്കലും അതിന് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. ഈശ്വരൻ ഭഗവാൻ നിശ്ചയിച്ചത് എന്താ? വിവാഹം കഴിക്കണം ഉണ്ണി എന്നുള്ളതാണ്. വിവാഹം കഴിക്കൂ എന്ന് പറയുന്നു. ബന്ധനം വരില്ല ഒരിക്കലും എന്ന് പറയുന്നു. എങ്ങനെയാണോ ഒരു മൂക്ക് കയറിട്ടിട്ട് കാളയെ കാളവണ്ടിക്കാരൻ